ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖൊമേനി സമാധാനത്തോടെ ജീവിക്കില്ല. ഇന്ന് രാത്രി ഇറാനിൽ ലോകം ഭയക്കുന്ന നടപടികൾ ഉണ്ടാകുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് US. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി ഇനി സമാധാനത്തോടെ ജീവിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന ഭീഷണിയാണ് അമേരിക്ക മുഴക്കുന്നത്. ഇന്ന് രാത്രി ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള മാരകമായ ആക്രമണം ഇറാനിൽ നടത്തുമെന്നും US യുദ്ധകാര്യ സെക്രട്ടറിയായ പീറ്റ് ഹെക്സെറ്റ് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാനെതിരെ അമേരിക്ക പുതിയ മുന്നറിയിപ്പുകൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും തീവ്രമായ ആക്രമണമാണ് ഇവിടെ നടത്താൻ ഒരുങ്ങുന്നത്. അദ്ദേഹമാകട്ടെ അവിടെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇന്ന് വീണ്ടും ഇറാനിനുള്ളിൽ ഏറ്റവും തീവ്രമായ ആക്രമണം അവിടെ അത് നടത്തുന്ന ഒരു ദിനമായി തന്നെ മാറും. ഏറ്റവും കൂടുതൽ പോരാളികൾ, ഏറ്റവും കൂടുതൽ ബോംബർമാർ, ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഇവിടെ നടക്കും. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇന്റലിജൻസ് കൂടുതൽ പരിഷ്കൃതവും മികച്ചതുമായി തന്നെ ഇവിടെ സംഭവിക്കുമെന്ന ഒരു മുന്നറിയിപ്പാണ്, ഒരു റിപ്പോർട്ടാണ് അദ്ദേഹം ഇവിടെ പുറത്തുവിടുന്നത്. കൂടാതെ തന്നെ ഇറാനെതിരായ യുദ്ധത്തിൽ US നിർണായകമായി തന്നെ വിജയിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു രീതിയായി തന്നെ ഇതിനെ കണക്കെടുത്തുകൊണ്ട് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ എണ്ണം മിസൈലുകൾ വിക്ഷേപിച്ച ഇറാന്റെ സൈനിക ശേഷി അത് കുറയ്ക്കുന്നതിൽ US വിജയിച്ചിട്ടുണ്ട് എന്ന് പോലും അദ്ദേഹം ഇവിടെ എടുത്തു പരാമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം സ്വയം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാകാതിരിക്കാൻ US ശ്രദ്ധിക്കണമെന്നാണ് ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനായ അലി ലാർജീനി ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. പരസ്പരം ഇവിടെ ഇരു രാജ്യങ്ങൾ തമ്മിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഭീഷണികളും വെല്ലുവിളികളും മുഴക്കുന്നതായി തന്നെയാണ് എടുത്ത് ഇവിടെ പറയേണ്ട മറ്റൊരു വസ്തുത. ഇറാൻ എന്ന ത്യാഗസന്നദ്ധരായ രാഷ്ട്രം തങ്ങളുടെ പൊള്ളയായ ഭീഷണികളെ ഭയപ്പെടുന്നില്ല, അതായത് USന്റെ പൊള്ളയായ ഭീഷണികളെ ഇവർ ഭയപ്പെടുന്നില്ല എന്നും നിങ്ങളെക്കാൾ വലിയവർക്ക് പോലും ഇറാനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് ഇറാൻ ഇവിടെ നൽകുന്നത്. നിങ്ങൾ സ്വയം ഇല്ലാതാകാതിരിക്കാൻ ശ്രദ്ധിക്കൂ. USഉം ഇസ്രയേലും ആക്രമണവുമായി മുന്നോട്ട് പോയാൽ പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണ വിതരണം അനുവദിക്കില്ല എന്നാണ് ഇറാന്റെ ഭീഷണിയായി മുഴക്കുന്നത്. എന്നാൽ എണ്ണ വിതരണത്തിൽ തടസ്സം നേരിടാൻ ഇറാനെ ഇനിയും അതിശക്തമായി തന്നെ ആക്രമിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറുപടി നൽകിയിരുന്നു. വടക്കൻ ഇറാഖിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ 5 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം പശ്ചിമേഷ്യയിലും യുക്രൈനിലും സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒരു സംഭാഷണം നടത്തിയതായും വിലയിരുത്തൽ പുറത്തുവരുന്നുണ്ട്. രാജ്യാന്തര വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും സംഭാഷണം നടത്തിയെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുടിനുമായുള്ള സംഭാഷണത്തെക്കുറിച്ച് US പ്രസിഡന്റും ഇവിടെ സ്ഥിരീകരണം നൽകുകയാണ്. യുക്രൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊപ്പം തന്നെ പശ്ചിമേഷ്യയെക്കുറിച്ചും തങ്ങൾ സംസാരിച്ചതായി തന്നെ ട്രംപ് സ്ഥിരീകരിച്ചു. യുദ്ധത്തിന്റെ അവസാനം തങ്ങൾ അത് വളരെയധികം നിർണായകമായിരിക്കുമെന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനെതിരെ യുദ്ധം ഏറെക്കുറെ പൂർത്തിയായെന്ന് പോലും ഇവിടെ ഡൊണാൾഡ് ട്രംപ് ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതികരണം നടത്തിക്കൊണ്ടാണ് ഇറാൻ രംഗത്ത് വന്നത്. തങ്ങൾക്ക് മേൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ആക്രമണം തുടർന്നാൽ മേഖലയിൽ നിന്നും 1 ലിറ്റർ എണ്ണ പോലും കയറ്റുമതി ചെയ്യാൻ അനുവദിക്കില്ല എന്ന ഒരു മുന്നറിയിപ്പായിരുന്നു ഇറാൻ നൽകിയത്. ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണയുമായി പോകുന്ന ടാങ്കുകൾക്ക് US നാവികസേന സംരക്ഷണം ഒരുക്കുമെന്നും ട്രംപ് ഇതിനോടായി തന്നെ പ്രതികരിച്ചിരുന്നു. അതേസമയം ഇറാൻ തലസ്ഥാനത്ത് തുടർച്ചയായി തന്നെ സ്ഫോടനങ്ങൾ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.